Hello everyone, welcome to our channel RR Captures. ഇന്ന് ഞാനിവിടെ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം ഇതിന് വേണ്ടത് സമൂസ ഷീറ്റാണ്. അപ്പം സമൂസ ഷീറ്റ് വരണം. പിന്നെ വേണ്ടത് ക്രീം ചീസ് അങ്ങനെ ക്യൂബ്സ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടണം. എനിക്ക് അതാണ് ഞാൻ വാങ്ങിയത്. ക്രീം ചീസാണ് ഒന്നുകൂടി ടേസ്റ്റായി തോന്നിയത് കേട്ടോ. പിന്നെ വേണ്ടത് ആൽമണ്ട് പൗഡർ. അത് ആൽമണ്ട് അല്ലെങ്കിൽ പിസ്താഷ്യോ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് പൊടിച്ചെടുത്തത് അത് വേണം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് ഷുഗർ. പിന്നെ ആ 1/2 കപ്പ് ഷുഗറിന് 1/2 കപ്പ് വാട്ടർ. ഇത്രയും സാധനം മതി. ഇത്രയും കുറച്ച് സാധനം വെച്ച് നമുക്ക് ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാം. ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ്. ആദ്യം നമുക്ക് വേണ്ട സമൂസ ഷീറ്റാണ്. അപ്പോൾ അത് ഞാൻ ഇതിനകത്ത് നിന്നൊരു 2 ഷീറ്റ് എടുത്ത് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് ഒരു ഷീറ്റാക്കി മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ക്രീം ചീസ് നല്ല ടേസ്റ്റ് ചീസി ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്യാം. പിന്നെ അത്ര അധികം വേണ്ടാന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കുറക്കാം. ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം, ഒരുപാട് കൂടുതലുമല്ല എന്നാൽ നല്ലോണം കുറവല്ല, ആ ഒരു ഇതിൽ ഞാനിത് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യണേ. നമുക്ക് ഈവൻലി ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഓരോ ഷീറ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതേപോലെ ഇങ്ങനെ നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊണ്ടുവരാം. കണ്ടോ, ഇതേപോലെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്യുക. കുറച്ചൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. അത് ഇത്രയേ ഉള്ളൂ, സിമ്പിളായ കാര്യമാണ്. ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് മാറ്റി വയ്ക്കാം. എൻ്റെ ആ ഒരു ടേസ്റ്റിനനുസരിച്ചുള്ള ചീസിനെ സ്പ്രെഡ് ചെയ്ത് ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പം ഇതിങ്ങനെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ പതുക്കെ ചെറുതായിട്ട് നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് റോൾ ചെയ്ത് വരാം. പതുക്കെ എത്രത്തോളം തിന്നാക്കാൻ പറ്റുമോ അത്രയും തിന്നാക്കി നമുക്ക് റോൾ ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരാം. റോൾ ചെയ്ത് കൊണ്ടുവന്ന് ഇതേപോലെ റോൾ ചെയ്ത് എന്നിട്ട് നമുക്ക് ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്ക് സിസേഴ്സ് എന്തെങ്കിലും എടുത്തിട്ട്, അപ്പോൾ നമുക്ക് ഒരു ഷീറ്റിൽ നിന്ന് നമുക്ക് 2 or 3 ഇതുണ്ടാക്കാൻ പറ്റും, സ്റ്റിക്ക് ഉണ്ടാക്കാൻ പറ്റും. നമുക്ക് പതുക്കെ കട്ട് ചെയ്തിട്ട് ബാക്കി ഷീറ്റിൽ നമുക്ക് ബാക്കിയൂടെ റോൾ ചെയ്തെടുക്കാം. അത് സ്റ്റിക്ക് ആവട്ടെ. നമ്മളത് ഈവൻലി നന്നായിട്ട് ക്രീം ചീസ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രീം ചീസ് തന്നെ അതിന് ഒട്ടിപ്പിടിക്കും. പിന്നെ കുറച്ചൊക്കെ ഹോൾസും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, ജസ്റ്റ് റോൾ ചെയ്തെടുത്താൽ മതി. അപ്പം അതൊക്കെ നമുക്ക് ഇതേപോലെ റോൾ ചെയ്ത് കൊടുക്കാം. ഇതിൽ നമുക്ക് മാക്സിമം നമുക്ക് ചുരുട്ടാൻ പറ്റുന്ന അത്രയും തിന്നായിട്ട് നമുക്കിത് ചുരുട്ടിയെടുക്കണം. അത് നമ്മൾ ഇവിടെ വെച്ച് കട്ട് ചെയ്യണേ. ജസ്റ്റ് ഒന്നങ്ങ് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയുള്ളൂ. ഉണ്ടാവും അതിൻ്റെ സൈഡിലൊക്കെ ഗ്യാപ്പ് വരും, ഒരു ഹോൾ ഉണ്ടാവും. നമ്മൾ സിഗരറ്റിൻ്റെ ഒക്കെ അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതോടെ റോൾ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ബാക്കിയുള്ള ഇവിടെ റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കിയേ, ഇതേപോലെ റോൾ ചെയ്തെടുക്കുക. അങ്ങനൊരു ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് പതുക്കെ റോൾ ചെയ്ത്, ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ ഒരു ഹോള് വന്ന് വെച്ചിട്ടോ സ്റ്റിക്കായി ഒന്നും ഒരു കുഴപ്പമില്ല. ഇതേപോലെ റോൾ ചെയ്തെടുക്കാം. നമുക്ക് 2 പാൻ വേണം. ഒരെണ്ണത്തിനകത്ത് ഷുഗർ സിറപ്പും ഒരെണ്ണം നമുക്ക് ഫ്രൈ ചെയ്യാനാണ് വേണ്ടത്. അപ്പോൾ ആദ്യം 1/2 കപ്പ് ഷുഗർ നമ്മൾ മാറ്റി വെച്ച് അതിടുക. എന്നിട്ട് 1/2 കപ്പ് വാട്ടർ അത് ഒഴിച്ച് അതിന് ഇങ്ങനെ ഈ 1 സ്ട്രിങ് കൺസിസ്റ്റൻസി അതൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി, ജസ്റ്റ് ഒന്ന് സ്റ്റിക്കി ആയാൽ മതി, തിളച്ചൊന്ന് സ്റ്റിക്കി ആയാൽ മതി. അങ്ങനെ ഒരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. അപ്പോഴത്തേക്ക് നമുക്കിവിടെ ഓയിലൊഴിച്ച് പാൻ ചൂടാക്കി അത് നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഏത് തരം ഓയിലായാലും കുഴപ്പമില്ല. ഞാനൊരു സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ഒന്നും യൂസ് ചെയ്യരുത് കേട്ടോ. സൺഫ്ലവർ ഏതെങ്കിലും ഒരു ഓയിൽ, റിഫൈൻഡ് ഓയിൽ. അപ്പോൾ ഇവിടെ സൺഫ്ലവറാണ് യൂസ് ചെയ്യുന്നത്. ചൂടായി നമുക്കതിനകത്ത് എണ്ണയിലേക്ക് നമുക്ക് ഈ ഫോൾഡ് ചെയ്ത് വെച്ച ഷീറ്റ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ ഷുഗർ സിറപ്പ് ഇളക്കി കൊടുക്കണം.
എന്താ ഇപ്പം ഇങ്ങനെ ഏകദേശം ബ്രൗൺ കളറായി. നമുക്കിത് ഷുഗർ സിറപ്പിലേക്ക് ഡിപ്പ് ചെയ്യാം. ഇത് ഷുഗർ സിറപ്പ് അവിടെ ഓഫ് ചെയ്യണ്ട, അത് ആ ഒരു ചൂടിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ഓയിൽ നിന്ന് എടുത്തിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ഓരോന്ന് ഡിപ്പ് ചെയ്യാം. അതിൽ നമുക്ക് എത്ര നേരം വേണം എന്നുള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അത് നമുക്ക് ഞാനിപ്പോൾ ഇവിടെ ഒരു 10 to 15 seconds ആയിട്ട്, അധികം മധുരം പ്രിഫർ ചെയ്യാത്തതുകൊണ്ട് 10 to 15 seconds നട്ട് വെച്ചത്. അതല്ല നിങ്ങൾക്ക് നല്ലോണം മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 to 3 minutes അതിനകത്ത് ഡിപ്പ് ചെയ്ത് വെച്ചാൽ നന്നായിട്ട് മധുരം എടുത്ത് കുടിക്കും. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് ഭയങ്കര മധുരമായി പോകും. കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്ത്, ഇനി തീരെ മധുരം തീരെ വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിപ്പ് വേഗം അങ്ങ് എടുക്കുക. അപ്പം അതിനകത്ത് ആ ഷുഗർ സിറപ്പിനകത്ത് മധുരം കെടുക്കുന്നതിൻ്റെ അളവാണ് ആ ഡിഷിൻ്റെ സ്വീറ്റ്നെസ് കൺസിഡർ ചെയ്യുന്നത്. ഞാനിതവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാം ഫ്രൈ ചെയ്ത് ഡിപ്പ് ചെയ്ത് റെഡിയാക്കി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു കോട്ടിങ് കൊടുക്കാം. അപ്പം കുറച്ച് ആൽമണ്ട് പൗഡർ നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചില്ലേ, ആൽമണ്ട് പൗഡർ അല്ലെങ്കിൽ പിസ്താഷ്യോ ഏതാണോ അതെടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു സ്റ്റിക്ക് എടുത്ത് അതിൻ്റെ 2 എൻഡ് ഇതുപോലെ ഡിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് റോൾ ചെയ്യാം. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഓവറാവണ്ട, അധികം ഭയങ്കരമായിട്ട് മുക്കിയെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് റോൾ ചെയ്ത് ഒരു ഡസ്റ്റ് പോലെ അങ്ങനെ അത് 2 സൈഡും ഇതേപോലെ ഡിപ്പ് ചെയ്ത് അത്രേ ഉള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ളവിടെ ഡിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ എന്താ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത് ബാക്കിയെല്ലാം ഡിപ്പ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇത്രേ ഉള്ളൂ. ഭയങ്കര സിമ്പിൾ റെസിപ്പി അല്ലേ, ഭയങ്കര ഈസിയാണ് ചെയ്യാൻ. ഇതിനൊരു ഫ്ലോപ്പാവുക അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് റോൾ ചെയ്തെടുക്കുക, ആ ഒരു ഷേപ്പ് കിട്ടുക, വേറെ ഒന്നുമില്ല. സ്റ്റിക്കി ആവും അത് ചീസുള്ള കാരണം. ഭയങ്കര ടേസ്റ്റാട്ടോ അത് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ക്രിസ്പിയാണ്, പുറം നല്ല ക്രിസ്പിയാണ്, അകം നല്ല സോഫ്റ്റാണ്, ചീസിയാണ്. അങ്ങനെ നല്ല പാകമുള്ള മധുരം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂടാം കുറയ്ക്കാം. ഞാൻ അതൊന്ന് കാണിച്ചു തരാം, നിങ്ങൾക്കൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. നോക്കിയത് ഭയങ്കര കണ്ടോ, പുറം നല്ല അകത്തുണ്ടോ ചീസൊക്കെ ഇങ്ങനെ നല്ല ചീസി, ഷുഗറി, സോഫ്റ്റാണ്, ക്രിസ്പിയാണ്. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ല ടേസ്റ്റായിട്ട് ഇത് കഴിക്കുന്നത്. ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഇത് അത്രയും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ഭയങ്കര സിമ്പിളല്ലേ. അറബിക് ചീസി സ്റ്റിക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിന് ഞാനിട്ട പേരാട്ടോ, ചീസി സ്റ്റിക്കിന്. അപ്പം ട്രൈ ചെയ്യുക. നമ്മുടെ ഒരു അറബിക് സ്വീറ്റ്സിൻ്റെ ഒക്കെ ആ ഒരു ടേസ്റ്റ്. പക്ഷെ ഇത് നല്ല സിമ്പിളാണ്. അതിനേലും ഇത് കഴിക്കാൻ നല്ല കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കും അവർക്ക് കഴിക്കാൻ. നമുക്കും പ്രിപ്പയർ ചെയ്യാൻ ഭയങ്കര സിമ്പിളല്ല, ജസ്റ്റ് റോൾ ചെയ്ത് ഫ്രൈ ചെയ്താൽ മതി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, കമൻസ് പറയുക. പിന്നെ ചാനൽ ഞങ്ങൾ ബിഗിനേഴ്സാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് എന്താ പറയുക കുറവുകളുണ്ട്. അപ്പം എല്ലാവരും കമൻസായിട്ട് പറയുക. ഞാനതൊക്കെ നോക്കി അതിനനുസരിച്ച് തിരുത്തി ഞാൻ വീണ്ടും നല്ല രീതിയിൽ വരുന്നതായിരിക്കും. എല്ലാവരും സേഫായിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടാൽ. പിന്നെ എല്ലാവരുടെ അടുത്തും പറയുക, ഇഷ്ടമാണെങ്കിൽ ഇങ്ങനെ ഒരു ചാനലിനെ കുറിച്ച് എല്ലാവരുടെ അടുത്തും പറയുക, ഷെയർ ചെയ്യുക. അപ്പോൾ ശരി, ബൈ.